ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അറേഞ്ച് ദി ഫോളോയിങ് ഫ്രാക്ഷൻസ് ഇൻ ഡിക്രീസിങ് ഓർഡർ 3/5, 7/9, 11/13. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഡിക്രീസിങ് ഓർഡറിലേക്ക് മാറ്റാനാണ്. എന്താണ് ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ? അവരോഹണ ക്രമം, വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ആദ്യം നമ്മൾ ഇതിൽ നിന്ന് വലുത് കണ്ടെത്തണം. ഓക്കെ, അപ്പം ഇവിടെ 3 നമുക്കറിയാം, മുകളിൽ ചെറിയ സംഖ്യയും താഴെ വലിയ നമ്പറുമാണെങ്കിൽ നമുക്ക് അതിനെ സാധാരണ ഭിന്നം എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതെല്ലാം സാധാരണ ഭിന്നത്തിലാണ് തന്നിരിക്കുന്ന ചോദ്യങ്ങളെല്ലാം. ആദ്യം നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് വലുത് എന്ന് കണ്ടെത്താം. അതിനുവേണ്ടി നമുക്ക് ഇതിനെ ക്രോസ് ആയിട്ട് ഗുണിക്കാം. ആദ്യത്തിൻ്റെ ന്യൂമറേറ്ററും രണ്ടാമത്തേൻ്റെ ഡിനോമിനേറ്ററും പരസ്പരം ഗുണിക്കാം. 3 × 9 27. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് 27 ആയിട്ട് കണക്കാക്കാം. ഇനി രണ്ടാമത്തെ ക്രോസ്, ഇതിൻ്റെ ആദ്യത്തേൻ്റെ ഡിനോമിനേറ്ററും രണ്ടാമത്തേൻ്റെ ന്യൂമറേറ്ററും 7 5 35. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വലിയ വാല്യൂ കിട്ടിയിരിക്കുന്നത് 7/9 ആണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് ഫ്രാക്ഷനിൽ വലുത് എന്ന് പറയുന്നത് 7/9 ആണ്. ഇനി നോക്കേണ്ടത് ഇവിടെ 11/13 കൂടിയുണ്ട്. ഇതിലേതാണ് വലുതും കൂടി എന്ന് നമുക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ആദ്യം നമുക്ക് ഈ 7ഉം 13 ഗുണിച്ച് നോക്കാം. അപ്പം 3 7 21, റിമൈൻഡ് 2, 1 7 7 2 9. അപ്പോൾ ഇത് തന്നെയാണ് വലുതായിട്ട് കാണുന്നത്. ഇപ്പുറത്ത് നോക്കാം, 9 ഗുണിക്കണം 11 99. ഇപ്പോൾ ഏതാണ് വലുത്? നോക്കൂ, ഈ രണ്ടെണ്ണം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 91ഉം ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 99ഉം. അപ്പോൾ ഈ 3 ഏറ്റവും വലുത് എന്ന് പറയുന്നത് 11/13 ആണ്. അതുകൊണ്ട് വലിയ നമ്പർ 11/13 ഇതാണ് ഏറ്റവും വലുത്. ഇനി രണ്ടാമത്തെ സംഖ്യ, ഇനി നമുക്ക് എടുത്തു കഴിഞ്ഞു. ഇനി ഇത് രണ്ടും എടുത്തു നോക്കുമ്പോൾ ഏറ്റവും വലുത് നമുക്കറിയാം, വലിയ മൂല്യമുള്ളത് 35 ആകുന്നത് അടുത്ത നമ്പർ 7/9. ഇനി ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇനി ഇതിലൊരു നമ്പർ മാത്രമേ ബാക്കിയുള്ളൂ, അത് 3/5ഉമാണ്. ഓക്കെ, അപ്പോൾ ആൻസർ 11/13 ഗ്രേറ്റർ ദാൻ 7/9 ഗ്രേറ്റർ ദാൻ 3/5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളെ അവരോഹണ ക്രമത്തിൽ എഴുതുക. 4/7, 3/5, 1/2, 5/7. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യകളൊക്കെ പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, സാധാരണ ഭിന്നകമാണ്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് അവരോഹണ ക്രമം. എന്താണ് അവരോഹണ ക്രമം അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം വലിയ നമ്പർ, പിന്നെ ചെറുത്, പിന്നെ ചെറുത്, പിന്നെ ചെറുത് എന്ന രീതിയിൽ വലുതിൽ നിന്നും ചെറുതിലേക്കുള്ള ആ ക്രമമാണ് അവരോഹണ ക്രമം അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് ഫ്രാക്ഷനിൽ ഏതാണ് വലുതെന്ന് കണ്ടെത്തും, ഈ രണ്ട് ഫ്രാക്ഷനിൽ ഏതാണ് വലുതെന്ന് കണ്ടെത്തും, എന്നിട്ട് ഇതിലെ വലുതും ഇതിലെ വലുതും അത് തമ്മിൽ കമ്പയർ ചെയ്യുക കൂടി വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ രണ്ട് ഫ്രാക്ഷൻ എടുക്കാം, അതിലേതാണ് വലുതെന്ന് കണ്ടെത്താം. അത് കണ്ടെത്താൻ ഇത് ക്രോസ് ആയിട്ട് ഗുണിക്കുക. 5 4 ഗുണിച്ചാൽ 20. ഇവിടെ ഇത് ക്രോസ് ആയിട്ട് ഗുണിക്കുക. 3 21. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷനിലും വലിയ നമ്പർ 3/5 ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ രണ്ട് ഫ്രാക്ഷൻ എടുക്കുക, 1/2 ആൻഡ് 5/7. ഇതിൽ വലിയ ഫ്രാക്ഷൻ കണ്ടെത്തണം. ക്രോസ് ആയിട്ട് ഗുണിക്കുക. 1ഉം 7ഉം ഗുണിച്ച് കഴിഞ്ഞാൽ 7 കിട്ടും, 2ഉം 5ഉം ഗുണിച്ച് കഴിഞ്ഞാൽ 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണത്തിലെ വലിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 5/7 ആണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 5/7 ആണോ, ഇനിയിപ്പോൾ ഈ ഫ്രാക്ഷൻ ഇതിനെ രണ്ടിനെ അപേക്ഷിച്ച് ഇതാണ് വലുത്. ഓക്കെ, ഇതാണോ വലുത് നോക്കണം. നമുക്ക് സൈഡിൽ ചെയ്ത് നോക്കാം. 3/5 ആണോ, അതുപോലെ തന്നെ 5/7 ആണോ വലുത് എന്ന് നോക്കാം. അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 3/5 ആണോ 5/7 ആണോ വലുതെന്ന് കണ്ടെത്താൻ ക്രോസ് ആയിട്ട് ഗുണിക്കണം. 5/7. അപ്പോൾ 3ഉം 7ഉം ഗുണിച്ചാൽ 21, 5ഉം 5ഉം ഗുണിച്ചാൽ 25.
അല്ലേ? അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷനെ അപേക്ഷിച്ച് ഏറ്റവും വലുത് 5/7 ആണ്. ആദ്യം 5/7 എഴുതി, ഇതാണ് ഏറ്റവും വലുത്. ഇനി രണ്ടാമത്തെ സംഖ്യ 3/5. അപ്പോൾ നമുക്കിവിടെ ഈ 3/5ഉം 5/7 ഒഴിവാക്കി. ഇനി നമുക്ക് ബാക്കി കണ്ടെത്തേണ്ടത് 4/7 ആണോ 1/2 ആണോ അടുത്ത വലിയ സംഖ്യ എന്നാണ് കണ്ടെത്തേണ്ടത്. അത് കണ്ടെത്താൻ ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 4/7 ആണോ 1/2 ആണോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം 2ഉം 4ഉം ഗുണിക്കുക. 2 4 ഗുണിച്ച് കഴിഞ്ഞാൽ 8, 1ഉം 7 ഗുണിച്ചാൽ 7. അപ്പോൾ ഈ രണ്ട് ഫ്രാക്ഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് വലിയ വാല്യൂ ഉള്ള ഈ 4/7 ആണ്. 4/7. ഏറ്റവും ചെറിയ നമ്പറാണ് ഏതെന്ന് പറയുന്നത് 1/2 എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി 5/7 ഗ്രേറ്റർ ദാൻ 3/5 ഗ്രേറ്റർ ദാൻ 4/7 ഗ്രേറ്റർ ദാൻ 1/2. ഇതാണ് അവരോഹണ ക്രമം അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ. അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ ആദ്യം വലുത്, പിന്നെ ചെറുത്, പിന്നെ ചെറുത്, പിന്നെ ചെറുത് എന്ന രീതിയിൽ. ഇനി നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ എക്സാമിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് ചെയ്തു നോക്കാം.